നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ സാന്റോസിലെത്തി. അദ്ദേഹത്തെ അവിടെ പ്രസന്റ് ചെയ്തു. ഇനി എന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങും, എന്താണ് പ്ലാൻ? ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് നെയ്മർ ജൂനിയർ ഇന്ന് നടക്കുന്ന സാന്റോസിൻ്റെ മത്സരത്തിന് ഉണ്ടാകും. കളിക്കാനല്ല, അദ്ദേഹം ഗാലറിയിൽ പ്രസന്റ് ആയിരിക്കും ഇന്നത്തെ സാവോ പോളോക്കെതിരെയുള്ള മത്സരത്തിൽ എന്നാണ് റിപ്പോർട്ട്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ അദ്ദേഹം താരങ്ങളോടൊപ്പം സഹതാരങ്ങളോടൊപ്പം ട്രെയിനിങ് ആരംഭിക്കും എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു. ഏതായാലും അതിനുശേഷമുള്ള മത്സരത്തിൽ അദ്ദേഹം കളിച്ചേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നെയ്മർ ജൂനിയറോട് അവർ ചോദിച്ചു, ഇന്നത്തെ കളി സാവോ പോളോക്കെതിരെയുള്ള ഇന്നത്തെ കളി അദ്ദേഹം കളിക്കുമോ എന്ന്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, കളിക്കാനുള്ള ഒരു സമയമായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ അവരോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ എൻ്റെ സൈനിങ് കംപ്ലീറ്റ് ചെയ്യണമെന്ന്, എങ്കിലാണ് എനിക്കൊരു 30 മിനിറ്റെങ്കിലും കളിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു ഫിസിക്കലി ഞാനിപ്പോൾ മച്ച് ബെറ്റർ ആണ്. 100% ആണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് കളിക്കണം, കളിക്കളത്തിൽ ഇറങ്ങി ഗെയിമിൽ ഇറങ്ങി പ്ലേയിങ് ടൈം ലഭിക്കണം. അല്ലാതെ ട്രെയിനിങ് മാത്രം ചെയ്തതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഫിറ്റാവാൻ കഴിയില്ല. സോ എന്തായാലും 100% എന്നുള്ളത് സമയമെടുത്ത് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പം ഞാൻ വളരെയധികം ബെറ്റർ ആണ്. കളി പുനരാരംഭിച്ച ഘട്ടത്തേക്കാൾ വളരെയധികം ബെറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അൽഹിലാലിൽ തന്നെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞാൻ കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നു. ഞാൻ ഈ കളി, അതായത് സാവോ പോളോക്കെതിരെയുള്ള ഈ കളി കളിക്കാതിരിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, എന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നെയ്മർ പറയുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ നെയ്മർ ഇല്ലെങ്കിലും 5-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ബൂട്ടാഫാവോക്കെതിരെ സാന്റോസ് കളിക്കുന്നുണ്ട്. ആ കളിയിൽ നെയ്മർ അരങ്ങേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.